ഹലോ ഫ്രണ്ട്സ്, പെട്ടെന്നൊരു മന്തി ഉണ്ടാക്കിയാലോ. അപ്പോൾ ഞാൻ ഇതാ സ്പൈസസ് ഒക്കെ എടുത്തിട്ടുണ്ട്. കുരുമുളക്, ഗ്രാമ്പൂ, വലിയ ജീരകം, ചെറിയ ജീരകം, കറുകപ്പട്ട ഇല, പിന്നെ ഏലക്കായ. അപ്പോൾ ഞാനിത് കുക്കറിലാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുത്തു. അപ്പോൾ സ്പൈസസ് ഒക്കെ ഇട്ടു. അതിൽ കുറച്ച് പച്ചമല്ലിയും കൂടി ഇട്ട് കൊടുത്തു. പിന്നെ ആവശ്യത്തിന് സവോള 2 വേണമെന്ന് എടുക്കാം. ഞാനിവിടെ 1 എടുത്തിട്ടുള്ളൂ. പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ ചിക്കൻ്റെ ക്യൂബ് അല്ലെങ്കിൽ ബീഫിൻ്റെ ക്യൂബ് ഇടാം. പിന്നെ നമുക്ക് മുളക് പൊടി, അതുപോലെ തന്നെ മന്തി മസാല ഞാൻ വീട്ടിലുണ്ടാക്കിയാണ്, അതും കൂടി ചേർത്ത് കുറച്ച് തൈരും അതുപോലെ ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പ് ഇട്ടിട്ട് ബീഫും ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തതിന് ശേഷം നമുക്ക് വേവിക്കാൻ വയ്ക്കാം. ബീഫ് വേകുമ്പോഴേക്കും നമുക്ക് റൈസ് വേവിച്ചെടുക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ കുറച്ച് നെയ്യും ഉപ്പും അതുപോലെ തന്നെ കുറച്ച് ചെറുനാരങ്ങയുടെ നീരും കുറച്ച് ചിക്കൻ്റെ ക്യൂബോ അല്ലെങ്കിൽ ബീഫിൻ്റെ ക്യൂബോ ഇട്ട് കൊടുക്കാം. അപ്പോൾ അത് ഇട്ടിട്ട് നമുക്ക് റൈസ് വേഗം വേവിച്ചെടുക്കാം. ബീഫ് ഇത് അവിടെ നന്നായി വെന്തിട്ടുണ്ട്. ഇനി നമുക്കതൊന്ന് ഫ്രൈ ചെയ്യാം. ബീഫ് വേവിച്ചതിൻ്റെ ബാലൻസ് മസാല ഉണ്ടല്ലോ, അത് നമ്മൊരു പാത്രത്തിലേക്ക് ഒഴിച്ച് അതിലേക്ക് 2 തക്കാളിയും കൂടി അരച്ചൊഴിച്ച് ഒന്ന് എണ്ണ പിരിയണ വരെ ഒന്ന് വഴറ്റിയെടുത്ത് കഴിഞ്ഞിട്ട് റൈസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ കുറച്ച് മസാല കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അതിലേക്ക് ഫ്രൈ ചെയ്ത ബീഫും കൂടി മുകളിൽ വെച്ചിട്ട് നമുക്ക് കനലിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളുടെ മന്തി റെഡിയാണ്. അടിപൊളിയാണ്. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു.